DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 26 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമ ബംഗാൾ വടക്കൻ ഒഡീഷ തീരക്കും വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ എല്ലാം സ്വാധീന ഫലമായി കേരളത്തിൽ ഈ മാസം 29 വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ മുതൽ ബുധനാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം മുതൽ വടക്കോട്ടുള്ള 6 ജില്ലകളിൽ മഴ ശക്തമാകുമെന്നാണ് അറിയിപ്പ്. അടുത്ത അറിയിപ്പ് ബാങ്കുകൾക്ക് പുറമെ പോസ്റ്റ് ഓഫീസ് പണമിടപാടുകൾക്കും ആദായനികുതി വകുപ്പ് പാൻ കാർഡ് നിർബന്ധമാക്കുകയാണ്. സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാൻ ഒരു ദിവസം 50,000 രൂപയ്ക്ക് മുകളിൽ നിക്ഷേപിക്കുന്നവർ പാൻ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. കൂടാതെ ഒരു സാമ്പത്തിക വർഷം ആകെ ഇടപാടുകൾ 10 ലക്ഷം രൂപ കടന്നാലും പാൻ നിർബന്ധമാണ്. അടുത്തറിയിപ്പ് കർഷകർക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന സ്മാം പദ്ധതി വഴി കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വൻ സബ്സിഡിയോടെ സ്വന്തമാക്കാം. വ്യക്തിഗത കർഷകർക്ക് 40% മുതൽ 50% വരെ സബ്സിഡിയും വനാവകാശ നിയമപ്രകാരം പട്ടയം ലഭിച്ച ഗുണഭോക്താക്കൾക്ക് 90% വരെ സബ്സിഡിയും ലഭിക്കും. താൽപ്പര്യമുള്ളവർ കൃഷി ഓഫീസുമായോ അക്ഷയ കേന്ദ്രങ്ങളുമായോ ബന്ധപ്പെടാവുന്നതാണ്. അടുത്തറിയിപ്പ് സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതികളിൽ ആദ്യ ലക്ഷ്യത്തിൽ റെക്കോർഡ് നേട്ടമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ്. 1,00,000 മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്ന പദ്ധതിയാണ് റെക്കോർഡ് ലക്ഷ്യം നേടിയത്. 1,00,000 കാർഡുകൾ നൽകാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും 73,024 അപേക്ഷകൾ അംഗീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 76,338 അപേക്ഷകളാണ് ലഭിച്ചത്. അതിൽ 1,353 അപേക്ഷകൾ മതിയായ രേഖകൾ ഹാജരാക്കാൻ തിരിച്ചു നൽകി. 2,011 നിരസിച്ചു. പുതിയ 73,024 മുൻഗണനാ കാർഡുകാർക്കും ഓഗസ്റ്റ് 3 മുതൽ സൗജന്യ റേഷൻ നൽകി തുടങ്ങും. നേരത്തെ അർഹതയുള്ള നീലവെള്ള കാർഡുകാർക്ക് BPL പിങ്ക് കാർഡിലേക്ക് മാറാൻ അപേക്ഷ ക്ഷണിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവർക്ക് BPL കാർഡുകൾ നൽകിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.